മക്കളില്ലാത്ത ആൾക്കാർ അനാഥാലയത്തിൽ നിന്നൊരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളാവും. അത്രയും വിശാലമായ മനസ്സ് ആ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവും. അങ്ങനെ എടുത്തു വളർത്തിയ ഒരു കുട്ടി അവരെ കൊണ്ട് വളർത്താവുന്ന നല്ല രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ അവർ വളർത്തി, ഏറ്റവും പൊന്നുപോലെ കൊണ്ടു നടന്നു, വിദ്യാഭ്യാസം ചെയ്യിച്ചു. പക്ഷേ എന്നിട്ടും കേരളത്തിലെ നരാധമന്മാരുടെ കയ്യിൽപ്പെട്ട് ആ പെൺകുച്ച് മരണപ്പെട്ടു. ചൊറ്റാനിക്കരയിലെ പെൺകുട്ടിയുടെ കാര്യമാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു. മനസ്സിലായി. അവളുടെ ബാക്ക് ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് കരയാതെ കണ്ണ് ഈറൻ അണിയിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ദത്തുപുത്രി അറിയാലോ, അനാഥാലയത്തിൽ അമ്മമാരാലോ അച്ഛന്മാരാലോ ഉപേക്ഷിക്കപ്പെട്ട് പിന്നീട് സ്വന്തം, അതായത് വളർത്തച്ഛനും അമ്മയും സ്വന്തം മകളെ പോലെ കൊണ്ടുവന്ന് വളർത്തുക, അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല രീതിയിൽ വളർത്തി നല്ല രീതിയിൽ പഠിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഏതോ വൃത്തികെട്ടവന്മാരുടെ കയ്യിൽപ്പെട്ട് മരണമടയുക, അതും പീഡിപ്പിക്കപ്പെട്ട് അതിക്രൂരമായി മരിക്കപ്പെടുക. ഒരു അസുഖം വന്ന് മരിക്കുകയോ അല്ലെങ്കിൽ മരണം പല രീതിയിൽ സംഭവിക്കാം, ആക്സിഡന്റ് ഡെത്ത്, ഇതൊക്കെ സംഭവിച്ചത്. ഇത് അങ്ങനല്ല, കൊന്നു കളയുക, അതിക്രൂരമായി കൊന്നുകളയുക. ഇത് എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? അതെ, നമ്മൾ ഈ വർഷം, അതായത് 2025 ജനുവരി തുടങ്ങിയതിനു ശേഷം, അതെ ഈ ഒരു ജനുവരി തുടങ്ങി ഈ ഒരു ഫെബ്രുവരി ഈ ദിവസം വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്തത്, അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു തുടർക്കഥ പോലെ പല വിധത്തിലുള്ള, പല രീതിയിലുള്ള, ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വാർത്തകളാണ് പുറത്ത് വന്നുകൊണ്ടേയിരിക്കുന്നത്. അതായത് കേട്ട് തഴമ്പിക്കാം. മുൻപൊക്കെ ഞെട്ടലോടെ കേട്ടിരുന്ന കാര്യം ഇപ്പോൾ ആ ഒരു വികാരം ഇല്ലാതായിട്ട്, ഓക്കെ ഇന്നലെയും കേട്ടായിരുന്നു, ഓക്കെ ഇന്നും ഉണ്ടോ എന്നൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന കുട്ടിയുടെ കാര്യം സംബന്ധിച്ചിടത്തോളം 1.5 വയസ്സിൽ ദത്തെടുത്താണ് ആ കുട്ടീനെ. 1.5 വയസ്സ് മുതൽ ഈ 20 വയസ്സ് വരെ അവളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നു. ഇതിനിടയ്ക്ക് ഒരു 2-3 വർഷം മുൻപ് ഈ കുട്ടിക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. അതെ, ഒരു പോക്സോ കേസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒന്ന് മോചനം നേടി ഒന്ന് റിക്കവർ ആയി വരുന്നേ ഉള്ളായിരുന്നു, അല്ലെങ്കിൽ അതിൽ നിന്നൊന്ന് കരകയറിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ യാദൃശികമായിട്ട് താൻ ഇൻസ്റ്റഗ്രാമിൽ താൻ പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോയുടെ ഒരു ലൈക്കിൽ നിന്നും തുടങ്ങിയ ഒരു ബന്ധം ആ കുട്ടിയുടെ ജീവൻ തന്നെ എടുക്കാൻ കാരണമായത്. ആ ഒരു ലൈക്കിൽ നിന്ന് തുടങ്ങിയ ഒരു ചാറ്റിങ്ങിൽ നിന്ന് ഒരു സൗഹൃദം രൂപപ്പെടുന്നു. ആ സൗഹൃദം പിന്നീട് വളർന്ന് പ്രണയമാകുന്നു. അത് വീട്ടിലേക്ക് എത്തുന്നു. അമ്മയും മകളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അവസാനം അമ്മയ്ക്ക് മാറി താമസിക്കേണ്ട അവസ്ഥ വരെ കൊണ്ടെത്തിക്കുന്നു. അതിനുശേഷം അനൂപ് എന്നാണ് ആ പയ്യന്റെ പേര്. നിലവിൽ അവൻ അറസ്റ്റിലാണ്. എന്തൊക്കെ തന്നെ ആയാലും ആ നഷ്ടപ്പെട്ട കുട്ടിയുടെ ജീവൻ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അതിന് വിലയിടാൻ നമുക്ക് പറ്റില്ല. ഇപ്പോൾ കുട്ടിയുടെ മരണം ഏത് രീതിയിലാണ് സംഭവിച്ചതെന്നുള്ളതൊക്കെ നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഏകദേശം ഈ ഒരു സംഭവത്തിന് ശേഷം പാതിരാത്രി 10 മണിക്ക് ശേഷമാണ് ഈ അനൂപ് കുട്ടിയുടെ വീട്ടിൽ വരുന്നത്. സംശയത്തെ തുടർന്ന് കുട്ടിയെ മർദ്ദിക്കുന്നു, ഉപദ്രവിക്കുന്നു, കെട്ടിയിട്ട് പീഡിപ്പിക്കുന്നു. ഇതിനെല്ലാം ശേഷം മരിക്കാൻ അവിടെ ഉപേക്ഷിച്ച് ആ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ് 15 മണിക്കൂറുകളോളം ആ കുട്ടി അബോധാവസ്ഥയിൽ ആ വീട്ടിൽ തുടരുകയാണ്. ആ സമയം തന്നെ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും എവിടെയോ ഒരു ജീവൻ അവശേഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാണ് പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുന്നതും 5-6 ദിവസം വെന്റിലേറ്ററിൽ കഴിഞ്ഞതും. അവസാനം ആള് തിരികെ ജീവിതത്തിൽ വരില്ല എന്ന് മനസ്സിലായപ്പോൾ ആ ഒരു ലൈഫ് സപ്പോർട്ട് മാറ്റേണ്ട സാഹചര്യം ഉണ്ടാവുന്നു. ആ കുട്ടി മണ്ണോട് ചേരുന്നു. ഇതാണ് നടന്ന സംഭവങ്ങളാണ്. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് രക്തം മരവിച്ചു പോകുന്നൊരവസ്ഥയാണ്. കാരണം സ്വന്തം വീട്ടിൽ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കേസുകളുടെ രീതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ചാക്കിലാക്കി സമാധിയാക്കുക, അല്ലെങ്കിൽ സിമെന്റ് കുഴച്ച് സമാധിയാക്കുക, അതോടൊപ്പം തന്നെ കറി വെച്ച് തിന്നുക. ഈ പറയുന്ന കേസിൽ ഈ 2 നില വീട്ടിൽ, സുരക്ഷിതമായിട്ടുള്ള 2 നില വീട്ടിലാണ് ഈ പെൺകുട്ടി കഴിഞ്ഞത്. സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു കുടുംബം തന്നെ. 4 വർഷങ്ങൾക്ക് മുൻപാണ് കുട്ടിയുടെ അച്ഛൻ ക്യാൻസർ ബാധിച്ചാണ് വളർത്തച്ഛൻ മരിക്കുന്നത്. അതും നല്ല ജോലി, ഉയർന്ന ശമ്പളം നല്ല ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. സർവീസിലുണ്ടായിരുന്ന എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു. ഇത്രയും സുരക്ഷിതത്വത്തോടുകൂടി വളർത്തിയ ഒരു പെൺകുട്ടി, അവള് ഏതാണ്ട് അവളുടെ ടീൻസിലോ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് അവൾ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടിരുന്നു എന്ന് തിരിച്ചറിവ് ആദ്യത്തെ ഷോക്ക് ആ കുടുംബത്തിന്. അതായത് ആ സമയത്ത് അമ്മയായിട്ട് ഒന്നിച്ച് നിൽക്കുന്ന സമയമാണ്. അതിനുശേഷമാണ് അതിൽ നിന്നൊക്കെ ഒന്ന് കരകയറി വരുന്നതിന് ആ ഒരു അവസരത്തിലാണ് ഇവനെ പരിചയപ്പെടുന്നത്. അതായത് പർണമി സൂചിപ്പിച്ച പോലെ ഇൻസ്റ്റാഗ്രാമിൽ കഷ്ടകാലത്തിന് പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ്, അവളുടെ ഒരു ചിത്രത്തിൽ ഒരു ലൈക്ക് വന്നു. ആ ലൈക്ക് പിന്നീട് ചാറ്റായി, അത് പിന്നെ സംസാരമായി, പിന്നെ പ്രണയമായി. അത് അവസാനം ഈ കുട്ടിയുടെ കൊലപാതകത്തിൽ എത്തിച്ചു എന്നുള്ളതാണ്. അത് ഇത്തരം സൈക്കോളെ തിരിച്ചറിയാനുള്ള, ഞാനൊന്ന് ചോദിക്കുന്ന പോലെ പൗർണമി ഇവളെ ദത്തെടുത്ത കുട്ടിയാണ്. അതിൽ അയൽവാസികളുടെയൊക്കെ ഒരു മൊഴി അനുസരിച്ച് അവര് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു പെൺകുട്ടി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ പഠിക്കുന്ന ഗ്രാഹ്യം എടുക്കുക അല്ലെങ്കിൽ ക്യാച്ചപ്പ് ചെയ്യാനായിട്ട് കുറച്ച് പാടുള്ള ഒരു പെൺകുട്ടി. അതുകൊണ്ട് തന്നെ അവളെ സ്പെഷ്യൽ സ്കൂളിലാണ് പഠിപ്പിച്ചത്. ഒത്തിരി കായിക താരമായിരുന്നു. സ്പെഷ്യൽ സ്കൂളിലെ ഫുട്ബോൾ മത്സരത്തിന്റെ
ചാമ്പ്യൻ ആയിരുന്നു. അതെ അതെ അതെ. അപ്പൊ തന്നെ നല്ല കഴിവുള്ള സ്മാർട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്ന കാര്യത്തിൽ സംശയം ഏതുമില്ല. ഒരുപക്ഷെ ആ സമയത്ത് നമ്മൾ ഈ അത്ലറ്റുകളെയൊക്കെ പീഡിപ്പിക്കുന്ന ഒരു സമയം ഒരു കുറച്ച് വാർത്ത കുറച്ച് നാളും നമ്മൾ കേട്ടിരുന്നല്ലോ. പറയപ്പെടുന്ന 61 പേര് ചേർന്ന് പീഡിപ്പിച്ച പെൺകുട്ടിയും ഒരു അത്ലറ്റ് ആയിരുന്നു. അങ്ങനെ സംഭവിച്ചതാവാം ചിലപ്പോൾ ഈ പീഡനം സംഭവിച്ചത്. എന്തായാലും അത് പുറത്തറിഞ്ഞു, വീട്ടുകാർ അതിൽ നിന്ന് അവളെ മോചിപ്പിച്ചുകൊണ്ട് വന്ന് അവളെ ആ ഒരു മാനസിക ആരോഗ്യം വീണ്ടെടുത്ത് വരുന്ന സമയത്ത് ആവാം ഒരുപക്ഷെ ഈ അനൂപ് എന്ന് പറഞ്ഞ ആ നരാധമനെ പരിചയപ്പെട്ടത്. നമ്മൾ ഈ മനസ്സ് തകർന്നിരിക്കുമ്പോഴാണല്ലോ ആരെങ്കിലും നമ്മളെ ഒന്ന് സ്നേഹിക്കുകയോ ഒന്ന് കെയറിയോ ചെയ്താൽ നമ്മുടെ മനസ്സ് അന്ധമായി അതിലേക്ക് ചാഞ്ഞു പോകുന്നു. ഒരു പക്ഷെ അവൻ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവാൻ അത് ഉപയോഗിച്ചതാവാം തീർച്ചയായിട്ടും. അവൾ ആ ഒരു പോക്സോ കേസിൽ അല്ലെങ്കിൽ ആ ഒരു പോക്സോ ആ ഒരു ലൈംഗിക ആ ഒരു ഇതിൽ പെട്ട് ഉഴലുന്ന സമയത്താണ് ഈ ഒരു പക്ഷെ ഇവനെ പരിചയപ്പെട്ടിട്ടുള്ളത്. അതൊരു സുഹൃത്ത് എന്ന നിലയിൽ ഇവൻ ഇവളെ ആദ്യം സമീപിക്കുന്നു, അതിനുശേഷം പിന്നീട് പ്രണയം സ്നേഹം കൊടുക്കുന്നു. അതോടുകൂടി അതിനകത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അമ്മയോട് പോലും ഇവൾക്ക് വെറുപ്പായിരുന്നു. അതായത് ഇവന്റെ പേര് ചൊല്ലി അമ്മയും മകളും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അമ്മയോട് പോലും വെറുപ്പായിരുന്നു. അമ്മയെക്കാൾ കൂടുതൽ അവൾ അനൂപിനെയാണ് സ്നേഹിച്ചിരുന്നതെന്നും അവളുടെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവനാൽ തന്നെ ഇത്രയും ക്രൂരത ചെയ്ത് അവനെ ആ രാത്രി 10 മണിക്ക് അവൾ വീട്ടിൽ കയറ്റുന്നതും. അവൻ ഡേഞ്ചറസ് ആണ്. പലവട്ടം അമ്മ ചോദിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ മുഖത്ത് എന്താണ്, കഴുത്തിൽ പാട്, ചെവിയിൽ മുറിഞ്ഞ അവസ്ഥ, കണ്ണിടിച്ച് ചളിക്കുക, അങ്ങനെ മൂക്കിന്റെ പാല പൊടിക്കുക, ഇത്രയൊക്കെ ക്രൂരത ചെയ്ത ഒരാളെ പിന്നെയും ഒരു പേടിയും ഇല്ലാതെ അവൾ വീട്ടിൽ വിളിച്ച് കയറ്റണമെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് ജഡ്ജി പറഞ്ഞ പോലെ ഷാരോണിന് ഗ്രീഷ്മയോട് ഉണ്ടായിരുന്ന അഗാധ പ്രണയം പോലെ ഉണ്ടായിരുന്ന ഒരു അഗാധ പ്രണയമായിരുന്നു ഈ പറയുന്ന അതിജീവിതയ്ക്കും. അതിജീവിതം തന്നെ പറയാൻ പറ്റില്ല, മരണപ്പെട്ടു പോയി. എന്നാലും ആ പെൺകുട്ടിക്കും ഈ പറയപ്പെടുന്ന പ്രതിയോടുണ്ടായിരുന്നത് അഗാധ പ്രണയമാണല്ലോ, പ്യൂർ ആയിട്ടുള്ള പ്രണയമാണ് മരണത്തിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും പ്രണയത്തിന്റെ രണ്ടാമത്തെ രക്തസാക്ഷി എന്ന് വേണമെങ്കിൽ പറയാം. മറ്റത് ഷാരോൺ ആയിരുന്നെങ്കിൽ ഇത് ഈ പെൺകുട്ടിയാണ്. അതെ അതെ. കേരളത്തിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു എണ്ണി തിട്ടപ്പെടുത്തി ഇത്രാമത്തെ എന്ന് പറയാനുള്ളത് കാരണം പ്രണയം അന്ധമാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് ഇപ്പൊ തോന്നുന്നു. കാരണം അന്ധമായ പ്രണയത്തിന്റെ രക്തസാക്ഷിയായി ഷാരോൺ മാറുന്നു. കാരണം കാമുകി കൊടുത്ത കഷായം അല്ലെങ്കിൽ ആ ഒരു മരുന്ന് കവർപ്പുണ്ടായിട്ടും വലിച്ചു കുടിച്ച് മരണം കുടിക്കുക ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ. അതോടൊപ്പം തന്നെ ായിട്ടുള്ള ഒരു സൈക്കോപാത്തായ ഒരു കാമുകൻ പലവട്ടം ഇടിച്ച് ഇഞ്ചപ്പരവോ ആക്കിയിട്ടും അവനെ പിന്നെയും കയറ്റാനുള്ള ആ ഒരു മനസ്സിനെ നമുക്ക് ഒരു ബുദ്ധിയില്ലായ്മയെന്നല്ല പറയേണ്ടത്. അത് വീട്ടിൽ കയറ്റുക മാത്രമല്ല, ആ കയറ്റിയതിന് ശേഷമുള്ള എല്ലാ പീഡനങ്ങളും എല്ലാ ദുരിതങ്ങളും അനുഭവിച്ച് ആ മർദ്ദനവും എല്ലാം ഏറ്റിട്ടും ആ അവസ്ഥയിലും ആത്മഹത്യ ചെയ്യാൻ തോന്നിയതും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതും അത് കണ്ടിട്ട് ഷോള് അരച്ചിട്ടിട്ട് അവളെ മറ്റേ വായു മൂക്കും പൊത്തിപ്പിടിച്ച് കൊന്നു കളഞ്ഞു. അതാണ് അവൻ ചെയ്തത്. അത്രയ്ക്ക് എന്താ പറയുക, ഇതിനെയൊക്കെ നരാധമൻ എന്നല്ല, അതിനും അപ്പുറം ഒരു വേർഡ് മലയാളത്തിൽ കിട്ടിയാൽ അത് ചെറുതായി പോകും. ഇവിടെ ഈ നാട്ടില് നിയമങ്ങളുണ്ട്, ഒത്തിരി സുരക്ഷകളുണ്ട്. ഇതൊക്കെ വെറുതെ പറയാൻ മാത്രമേ ഉള്ളൂ. ഈ നിയമങ്ങള് ശരിക്കും പറഞ്ഞാൽ നിയമങ്ങൾ എന്തിനാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് ശരിക്കും ഒരു പുനഃപരിശോധന നടത്തേണ്ടതുണ്ട്. കാരണം എല്ലാവരെയും സംരക്ഷിക്കാനും എല്ലാവർക്കും എന്തും ചെയ്യാം എന്നുണ്ടെങ്കിൽ ആരോട് പേടി തോന്നും? നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്, ഭരണകൂടമുണ്ട്, എല്ലാം ശരിയാണ്. ഇതെല്ലാം ഉണ്ട്, എല്ലാം അവിടെ ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എപ്പോഴാണ് പൊടിതട്ടി എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിനൊരു സമയം നിങ്ങൾ പ്രത്യേകമായിട്ട് ഇനി കരുതി വെച്ചിട്ടുണ്ടോ? ഇതിനുമൊക്കെ അപ്പുറത്തേക്ക് ആയ അല്ലെങ്കിൽ റെയറസ്റ്റ് ഓഫ് ദ റെയർ എന്ന് പറയുന്ന മറ്റെന്ത് കാര്യം നടക്കാൻ വേണ്ടിയാണ് കാത്തു വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയുള്ള പ്രതികൾക്ക് വേണ്ടതായ ശിക്ഷ കൊടുക്കാതെ ഇനി ഇങ്ങനെ വരാൻ പോകുന്ന പ്രതികൾ എങ്ങനെ പേടിച്ച് പിൻവാങ്ങും? ശരിക്കും പറഞ്ഞാൽ ഈ നിയമങ്ങൾ എന്തിനാണ്? നിയമങ്ങൾ ശരിക്കും എന്തിനാണ്? എന്തിനാണ് ഈ ശിക്ഷാവിധികൾ? അല്ലെങ്കിൽ ഈ ഇപ്പൊ പറയുന്ന ഈ ജീവപര്യന്തവും അല്ലെങ്കിൽ വധശിക്ഷ അടക്കമുള്ള കുറ്റങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ക്രൈമിന് വേണ്ടിയിട്ടാണ്? ഇനി ഇതിനപ്പുറത്തേക്ക് ഒരാളുടെ ജീവൻ എടുത്തു കഴിഞ്ഞിട്ടും ഇതിലും വലുത് വരാനിരിക്കുന്നു, ഇങ്ങനല്ലേ വന്നു പോയുള്ളൂ എന്ന് പറയാൻ വേണ്ടിയാണോ ഈ നിയമങ്ങൾ അവിടെ പൂഴ്ത്തി വെച്ചിരിക്കുന്നത്? അതെ അതെ, തീർച്ചയായിട്ടും അതൊരു ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു ചർച്ചയ്ക്ക് വെക്കേണ്ട കാര്യം തന്നെ. പക്ഷെ നമ്മളിങ്ങനെ കാര്യമായ ചർച്ചകൾ ചെയ്യുന്നു, ഘോരഘോരം ഒരുപാട് ആളുകളുടെ പക്ഷേ ഇതിനൊന്നും ഒരു റിസൾട്ട് ഉണ്ടാകുന്നില്ല. ദിവസക്കണക്കിന്, അതായത് നമ്മളിപ്പോ ഇത് പറഞ്ഞ 24 മണിക്കൂർ തികയുന്നില്ല. നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും അടുത്ത അല്ല നമ്മൾ മടുത്തു പോവുകയാണ്. എങ്ങനെയാണ്? അതായത് കണ്ട് ഇരിക്കുന്ന ആളുകൾ തന്നെ പറയുന്നു, കേട്ട് തഴമ്പിച്ചു, ഇനിയിപ്പോ എന്ത് കേട്ടാലും കുഴപ്പമില്ല. കാരണം ആ അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലെ, പ്രത്യേകിച്ച് കേരളത്തിന്റെ സോകോൾഡ് ഗോഡ്സ് ഓൺ കൺട്രിയുടെ അവസ്ഥ വളരെ പരിതാപകരമായിട്ട്, അല്ലെങ്കിൽ അതിലും താഴെയാണ് ഇപ്പോൾ ഉള്ളത്, അല്ലേ? അതെ അതെ. അതുമാത്രമല്ല, നമ്മുടെ ന്യൂസ് റൂമിൽ ഇരുന്ന് നമ്മൾ ഈ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ഒക്കെ കാണും. അതായത് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്തും നമ്മുടെ ന്യൂസ് റൂമിലൂടെ ഈ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് വരുമ്പോൾ നമ്മൾ ഓർക്കുകയാണ് ഏത് ചർച്ച ചെയ്യും ഇനി.
എന്താണ് ഇനി പറയേണ്ടത്? ഇപ്പൊ ഈ നിമിഷം നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ അവിടെ ബ്രേക്കിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റുമാനുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഒരാള് മർദ്ദിച്ചു കൊന്നു എന്നുള്ളതാണ്. ഈ ജീവനെ ചിരിക്കണോ കരയണോ ഓടണോ അറിഞ്ഞുകൂടാ, എങ്ങോട്ട് ഓടും, എവിടെ പോയി ഒളിക്കും ആൾക്കാർ? ഇതിപ്പോ കടയിൽ തല്ലി തകർക്കുക, വീട്ടിൽ കയറി ആക്കണം, വീട് കത്തിക്കുക, സ്വത്തിന് വേണ്ടി അച്ഛനെയും അമ്മയും പെട്രോൾ ഒഴിച്ച് കത്തിക്കുക, അത് വീടോടെ കളയുക, എന്തെല്ലാം. അതുകൊണ്ട് ഒരു ഏറ്റവും അരാജകത്വം നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി. ഇങ്ങനെ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ നോക്കുകുത്തിയായിട്ടിരിക്കുന്നതെന്നും മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ അവർക്ക് ഇനിയൊരു ഭരണം കിട്ടില്ല എന്നൊരു ചിന്തയായിരിക്കും അവർക്ക്. ഒരു പക്ഷേ അവർക്ക് ഇനി 10 വർഷം തേക്കാൻ ഏതാണ്ട് 1-2 വർഷം കഷ്ടിയുള്ളൂ. അതുകൊണ്ട് മാക്സിമം എല്ലാം ചാകുന്നെങ്കിൽ ചാകട്ടെ എന്നൊരു ചിന്താഗതിയാണോ നമുക്ക് അറിഞ്ഞൂടെ. എന്നാലും സ്ത്രീകളുടെ ഒന്നും ജീവിതം ഇവിടെ ഒട്ടും സുരക്ഷിതമല്ല. ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നവരായാലും ഈ പറയുന്ന അച്ഛൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കുന്നവരായാലും ജീവിക്കുന്നവരായാലും ആരുടെയും ജീവൻ, ആണിന്റെയും പെണ്ണിന്റെയും പോലീസുകാർ, ഈവൻ നിയമപാലകരുടെ പോലും ജീവൻ ഒരു സുരക്ഷിതവുമില്ലാത്ത ഏറ്റവും ഭീകരമായ ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നതിൽ സംശയമില്ല.